Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോൾസ് ആൻഡ് റെസിഡ്യൂസ്. അതെങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോൾസും റെസിഡ്യൂസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z⁴ - 1. ആദ്യമായിട്ട് നമുക്ക് പോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം. അത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും അതിൻ്റെ പോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z⁴ - 1. അപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു a² - b² ഫോമാണ്. ഇതിനകത്ത് എ എന്ന് പറയുന്ന z² ബി എന്ന് പറയുന്നത് 1 അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z² + 1 × z² - 1 നമുക്ക് എഴുതാം. കാരണം ഇതൊരു a² - b² അറിയാമല്ലോ. a² - b² ആണ് a + b × m - b ആണ്. എന്താണ് a² + b²? a + ib × a - ib ആണ് a² + b². അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന z⁴ - 1 എന്നുള്ള ഇക്വേഷനിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് a + b × a - b ഫോർമാറ്റാണ്. ഇവിടെ a എന്ന് പറയുന്നത് z² b എന്ന് പറയുന്നത് 1 ആണ്. ഇനി z² + 1നെയും z² - 1 വീണ്ടും അതൊരു a² + b² ഫോർമാറ്റിലും a² - b² ഫോർമാറ്റിലുമാണ്. a² + b²നെ a + ib × a - ib, a² + b²നെ a + ib × a - ib എന്നും a² - b²നെ a + b × a - b ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ z² + 1 എങ്ങനെ എഴുതാം? az + i × z - i. ഇവിടുത്തെ a z ഉം b i യുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മേളത്തെ z² + 1 കിട്ടും. അതായത് z² - 1നെ നമുക്ക് എഴുതാം. അതിനെ a + b × a - b എന്ന സിമ്പിൾ ഫോർമാറ്റിൽ. കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. i × i i² എന്ന് പറയുന്നത് -1 ഒക്കെയാണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേളിൽ z² + 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. a² + b² = a + ib × a - ib. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്ററിനെ സിമ്പിളായിട്ടുള്ള 4 ഫാക്ടറായിട്ട് കിട്ടി. അതായത് z + i, z - i, z + 1, z - 1. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് പോൾസിൻ്റെ ലൊക്കേഷൻ കിട്ടും. ഫോർ ഫൈൻഡിങ് ദ പോൾസ്, ഇത് എഫ് ഓഫ് ഇസഡ് ആണല്ലോ. എഫ് ഓഫ് ഇസഡ് ആണ് നമുക്ക് ഇങ്ങനെ 4 ഫാക്ടറായിട്ട് എഴുതാൻ കഴിഞ്ഞത് ഒരു ഡിനോമിനേറ്ററിന്. അപ്പോൾ ഫോർ ഫൈൻഡിങ് ദ പോൾസ് ഇക്വേറ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. സോ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? z + i × z - i × z + 1 × z - 1 ആണല്ലോ. അപ്പോൾ ആ ഡിനോമിനേറ്റർ എടുത്ത് ഇക്വേറ്റ് ചെയ്തു. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര വാല്യൂസ് കിട്ടും? സൊല്യൂഷനായിട്ട് z = 1, z = -1, z = i, z = -i 4 ഫാക്ടേഴ്സ് കിട്ടും. 1 - 1 ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എഴുതിയിരിക്കുന്ന ഓർഡറിലല്ല പറഞ്ഞേക്കുന്നത്. ശരി, z = 1, z = -1, i - ഇങ്ങനെ 4 പോയിൻറ്റ്സാണ് ഇതിൻ്റെ പോൾസായിട്ട്. അപ്പോൾ അത് നമ്മൾ ഒരു റിയൽ ആക്സിസ് എക്സ് ആക്സിസ് ഇമാജിനറി ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? 1 - 1 i - i ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, വൈ ആക്സിസ് ഇവിടെ ഇമാജിനറി ആക്സിസ് ആയിട്ട്, ഇമാജിനറി വാല്യൂസ് വൈ ആക്സിസിലും റിയൽ വാല്യൂസ് എക്സ് ആക്സിസിലുമാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ പോൾ. എന്താണ് ഓർഡർ കൺസെപ്റ്റ്? നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ, ഡിനോമിനേറ്ററിൽ 4 ഫാക്ടേഴ്സ് ആയിട്ടായിരുന്നു. എഫ് ഓഫ് ഇസഡിൽ 4 ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഓരോ z + i, z - i, z + 1, z - 1 അങ്ങനെ 4 ഫാക്ടേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫാക്ടറിൻ്റെ പവർ എന്താണ്? z + iയുടെ പവർ എന്താണ്? 1 ആണ്. z - iയുടെ പവർ 1 ആണ്. z + 1ൻ്റെ പവർ 1 ആണ്. z - 1ൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ 4 ഫാക്ടറിൻ്റെ അല്ലെങ്കിൽ 4 പോൾസിൻ്റെയും ഓർഡർ അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ ദീസ് ആർ ഓർഡർ പോൾസ്. ഇതെല്ലാം സിമ്പിൾ പോൾസാണ്. അതായത് അതിൻ്റെ ഓർഡർ 1 ആണ്. ഓർഡർ 1 ആയിട്ടുള്ള പോൾസിനെ നമ്മൾ സിമ്പിൾ പോൾസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ പോൾ? ആ ഓർഡർ എന്ന് പറയുന്നത് ആ പോള് കൺസിസ്റ്റ് ചെയ്യുന്ന ആ ഫാക്ടറിൻ്റെ പവറിനെയാണ് നമ്മൾ. ഇപ്പോൾ ഉദാഹരണത്തിന് z + 1 the whole square എന്നാണ് വന്നതെങ്കിൽ z
z plus 1 the whole square z minus 1 the whole square എന്നൊക്കെയാണ് വന്നിരുന്നെങ്കിൽ അതിൻ്റെ ഓർഡർ 2 ആയിരിക്കും. z plus 1 the whole cube ആണ് വന്നെങ്കിൽ അതിൻ്റെ ഓർഡർ 3 ആയിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഓർഡർ. അപ്പോൾ ഓരോ ഫാക്ടറിൻ്റെ പവർ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓരോ ഫാക്ടറിൻ്റെ പവർ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പവർ 1 ആവുന്നു. z plus 1ൻ്റെ പവർ 1 ആണ്, z minus 1ൻ്റെ പവർ 1 ആണ്, z plus ഐയുടെ പവർ 1 ആണ്, z minus ഐയുടെ. സോ ദീസ് ഓർഡർ ഈക്വൽ ടു 1. സോ ഇറ്റ് ഈസ് കാൾഡ് എ സിമ്പിൾ പോൾ. അപ്പോൾ സിമ്പിൾ പോളാണെന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി അടുത്ത റെസിഡ്യൂ. ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് ദ ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചു, പോളിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇനി റെസിഡ്യൂ കണ്ടുപിടിക്കണം. എന്താണ് റെസിഡ്യൂ? അപ്പോൾ നമുക്കറിയാം 4 പോളുണ്ട്. ഈ പോളിന് ചുറ്റും ഇപ്പോൾ നമുക്കൊരു ഈ പോളിലൊരു മാഗ്നറ്റ് വയ്ക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു പോളിനെ ബേസ് ചെയ്തിട്ടുള്ള ചുറ്റുമുള്ള ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡ്യൂസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഒരു പോളിന് മുഖേന ആയിട്ടുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഇപ്പം 4 പോളുണ്ടെങ്കിൽ 4 പോയിൻറ്റും ബേസ് ചെയ്തിട്ടുണ്ട്. എബൌട്ട് ഐ, ഇത് എബൌട്ട് 1, എബൌട്ട് -1, എബൌട്ട് -i. ഇങ്ങനെ 4 പോയിൻറ്റ്സിലുള്ള റെസിഡ്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. ഈ പറയുന്ന പോലെ ഇതിൻ്റെ പോളിൻ്റെ ഫീൽഡ് എത്ര ദൂരത്തേക്കുണ്ടോ അത്രയുമാണ് അതിൻ്റെ റെസിഡ്യൂ നമ്മൾ നോക്കേണ്ടത്. അതായത് കുറച്ച് ഒരു സർക്കുലർ പോർഷൻ ആയിരിക്കും. സോ what is the equation for finding the residue of order m? Pole of order m. ഒരു ഓർഡർ m ആണ്, ഒരു പോളിൻ്റെ ഓർഡർ m ആണെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a എന്നുള്ള പോയിന്റിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈക്വൽ ടു 1 ഓർഡറിനെ നമ്മൾ m എന്ന് വിളിക്കും. പോൾ ഓഫ് ഓർഡർ m. ഇവിടെ ഓർഡർ 1 ആണ്, ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ജനറൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ 1 ഓർഡർ -1 ഫാക്ടോറിയൽ, ഓർഡർ m-1 ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻസ് ടു a. ഇപ്പോൾ ഇവിടെ 1 എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ z ടെൻസ് ടു 1 എന്നെഴുതാം. ഓഫ് ഡെറിവേറ്റീവ് m-1 ദ ഡെറിവേറ്റീവ് ഓഫ് dz, d by dz ഓഫ് m-1 ദ ഡെറിവേറ്റീവ് z minus a the whole raised to m into f of z. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പം റെസിഡ്യൂ f of z equal to 1/m-1 factorial 1/m-1 factorial into limit z tends to a derivative of m-1 derivative of z minus a the whole raised to m into f of z. ഇപ്പോൾ ഇവിടെ m, ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ ഓർഡർ m ഈക്വൽ ടു 1 ആണ്. m ഈക്വൽ ടു 1. അപ്പോൾ ഫോർ m ഈക്വൽ ടു 1 ഈ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ആവും? റെസിഡ്യൂ ഓഫ് z ഈക്വൽ ടു a ഓഫ് f of z ഈക്വൽ ടു m1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1-1 ഫാക്ടോറിയൽ, അതായത് 0 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു a ഡെറിവേറ്റീവ് ഓഫ് m-1 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ m1 ആണല്ലേ. അത് m1-1 0, അത് ഡെറിവേറ്റീവ് ഇല്ല, ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓർഡറിന് ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ ബാക്കിയുള്ള z മൈനസ് a ദ ഹോൾ m1 ആണ്. അപ്പോൾ z മൈനസ് a മാത്രമേ ഉള്ളൂ ഇൻറ്റു f of z. അപ്പോൾ ഇതിന് 0 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a ഫോർ എ സിമ്പിൾ പോൾ ഈക്വൽ ടു limit z tends to a z minus a into f of z, limit z tends to a z minus a into f of z. ഇതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സിമ്പിൾ പോൾ ആയതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പോൾസിന് 4 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വാല്യൂ ആയ z ഈക്വൽ ടു 1 എന്ന പോയിന്റിൽ ഇതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ residue of f of z at z equal to 1 equal to limit z tends to 1 z minus 1 into f of z ഇങ്ങനെ ആയിരിക്കും. which is equal to limit z tends to 1 z minus 1 into f of z എന്ന് പറയുന്നത് എന്താണ്? 4 ഫാക്ടറാണുള്ള f of z ന് z plus
1 by z plus I into z minus I into z plus 1 into z minus 1. അപ്പോൾ ഈ ഒരു z മൈനസ് 1ഉം z മൈനസ് 1 എന്ത് ചെയ്ത് കട്ട് ചെയ്ത് പോയി. ഇനി ബാക്കിയുള്ള വാല്യൂസിന് z ഈക്വൽ ടു 1 എന്നുള്ള z ലിമിറ്റ് അപ്ലൈ ചെയ്യുക. z ഈക്വൽ ടു 1 by 1 plus I into 1 minus I into 1 plus 1 plus 1. 1 plus I into 1 minus I എന്ന് പറയുന്നത് എന്താണ്? a square minus b square എന്ന് വരും. a square minus b square വെച്ചാൽ I square minus 1 ആണ്. അപ്പോൾ plus 1 into 1 plus 1 into 1 by 2 into 2 equal to 1 by 4. 1 by 4 ആണ് the residue of f of z at z equal to 1. ഫസ്റ്റ് പോളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള f of z എന്ന് പറയുന്നത് 1 by 4 ആണ് എൻ്റെ വാല്യൂ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് റെസിഡ്യൂ ഓഫ് f of z at z equal to 1 എത്ര കിട്ടി? 1 by 4 കിട്ടി. 1 by 4 ആണ് ഫസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് z ഈക്വൽ ടു -1ൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കുക. ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു -1 z മൈനസ് എ മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് പ്ലസ് എ z പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറയുന്നത് 1 by z പ്ലസ് I ഇൻറ്റു z മൈനസ് I ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 ആണ്. അപ്പോൾ z പ്ലസ് 1ഉം z പ്ലസ് 1ഉം കട്ട് ചെയ്ത് പോകുന്നു. ബാക്കിയുള്ള വാല്യൂസിന് ഇസഡിന് -1 അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ -1 പ്ലസ് I ഇൻറ്റു -1 മൈനസ് I ഇൻറ്റു -1 ഓക്കെ. ഇപ്പോൾ ഇത് -2 ആണ്. അപ്പോൾ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോർമാറ്റാണ്. അതിന് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതുക. ഈ ഒരു രണ്ട് ഫാക്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ എന്ന് പറയുന്നത് -1 ബി എന്ന് പറയുന്നത് ഐയുമാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 -1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. മൈനസ് ബി സ്ക്വയർ ഐ സ്ക്വയർ എന്ന് വെച്ചാൽ -1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ആവും. +1 ഇൻറ്റു -1 -2 വരും. അപ്പോൾ 1 by 2 into -2 minus 1 by 4. 1 by 1 plus 1 into 1 by 2 into -2 minus 1 by 4. അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z equal to -1 is equal to -1 by 4. ഇതുപോലെ ഐക്കും -iക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത പോയിൻ്റായിട്ടുള്ള z equal to I എന്ന പോയിന്റിൽ റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ ഓഫ് എഫ് z equal to I equal to ലിമിറ്റ് z tends to I z minus I into f of z. f of z ആണ് 1 by f of z എന്താണ് 1 by z plus 1 into z minus 1 into z plus I into z minus I. ഇപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടറായിട്ടുള്ള z മൈനസ് ഐയും കട്ട് ചെയ്ത് ബാക്കിയുള്ളതിന് z ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇസഡിന് പകരം I ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ ഈ ഇസഡിന് I ഇട്ട് കൊടുക്കുക. I പ്ലസ് 1 ഇൻറ്റു I മൈനസ് 1 ഇൻറ്റു I പ്ലസ് I. ഇത് കട്ട് ചെയ്ത് പോയല്ലോ. അപ്പോൾ I പ്ലസ് 1 ഇൻറ്റു I മൈനസ് 1 എന്ന് വെച്ചാൽ നമ്മുടെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമാണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ I സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു I പ്ലസ് I എന്ന് വെച്ചാൽ 2I. I സ്ക്വയർ മൈനസ് 1 ആണ് നമുക്കറിയാം. ഇസ് ഈക്വൽ ടു -1 മൈനസ് 2 ഇൻറ്റു 2I. ഇസ് ഈക്വൽ ടു 1 divided -1 by
4i. 4i മൈനസ് 1/4i. ഇനി നമുക്ക് മേളിലും താഴെ ഐ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോർമുലയാക്കാം. അപ്പം മേളിൽ -i ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു i സ്ക്വയർ. i സ്ക്വയർ -1 ആണ്, ആ -1 പ്ലസ് ആവും by 4. I divided by 4 is the answer. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഐ കിട്ടിയേക്കുന്നത് ഐ ഡിവൈഡഡ് ബൈ ഓഫ് ഐ ഡിവൈഡ് ബൈ 4. സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു -i. എന്ത് കിട്ടും? -i/4 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ വാല്യൂസ് ഇതൊക്കെയാണ്. ഇസ് എഫ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് ഫോർ ഇസഡ് ഈക്വൽ ടു 1 1/4. ഫോർ ഇസഡ് ഈക്വൽ ടു -1 is -1/4. ഇസഡ് ഈക്വൽ ടു i is i/4. ഇസഡ് ഈക്വൽ ടു -i -i/4. അപ്പോൾ ഇതാണ് റെസിഡ്യൂസ്. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പോൾ കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് റെസിഡ്യൂൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡ്യൂസ് കിട്ടും. ഇനി ഇതേ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഈ റെസിഡ്യൂവിനെ എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്താൽ മതി. ഓരോ പോയിൻറ്റിൻ്റെ റെസിഡ്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്ത് കോഷീസ് റെസിഡ്യൂവൽ തിയറമിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് റെസിഡ്യൂവൽ തിയറം പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം? പോൾസ് കണ്ടുപിടിക്കുക, പോൾസിൻ്റെ ഓർഡർ എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റെസിഡ്യൂ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ റെസിഡ്യൂസ് കിട്ടും. എന്നിട്ട് അത് അടുത്ത സ്റ്റെപ്പ് റെസിഡ്യൂവൽ തിയറം പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേഷനും കണ്ടുപിടിക്കുക അതിന് ശേഷം. ഓക്കെ, താങ്ക് യു.